ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2020-ൽ പുറത്തിറങ്ങിയ ദി പോസ്റ്റ് കാർഡ് കില്ലിംഗ്സ് എന്ന വളരെ കാവ്യാത്മകവും അതേസമയം തന്നെ അതിക്രൂരവുമായ ഒരു സീരിയൽ കില്ലർ സിനിമയാണ്. കല്യാണം കഴിഞ്ഞാൽ ഭർത്താവും ഭാര്യയും ഹണിമൂണിന് പോകുന്നത് പതിവാണല്ലോ. എന്നാൽ ഹണിമൂണിന് പോകുന്നത് അടിച്ചുപൊളിക്കാനാണ്. പക്ഷേ അവിടെ ഇവരുടെ കഥ കഴിക്കാനായി ആരോ ഒരുത്തൻ ഒരുങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അതായത് തുടർച്ചയായി ഓരോ സ്ഥലങ്ങളിൽ ഹണിമൂണിന് പോകുന്ന ദമ്പതികളെ തിരഞ്ഞുപിടിച്ച് ആരോ കൊലപ്പെടുത്തുന്നു. അതുമാത്രമല്ല, കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹങ്ങൾ വളരെ വിചിത്രമായ ഓരോ പോസിൽ വെച്ചിട്ടാണ് കില്ലർ പോകുന്നത്. ഇതുകൂടാതെ ഓരോ കൊലപാതകം നടക്കുന്നതിന് മുൻപ് ഞാൻ ഈ നാട്ടിലാണ് കൊല ചെയ്യാൻ പോകുന്നത് എന്നൊരു സൂചന കൊലയാളിയുടെ ഭാഗത്തുനിന്നും പോസ്റ്റ് കാർഡ് രൂപത്തിൽ അതാത് നാട്ടിലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകന് ലഭിക്കുന്നുമുണ്ട്. അങ്ങനെ നടന്ന പല കൊലപാതകങ്ങളിലൊന്നിൽ ഒരു പോലീസുകാരന്റെ മകൾ ഇരയാകുന്നു. അങ്ങനെ മകൾ നഷ്ടപ്പെട്ട പോലീസുകാരനാണ് നമ്മുടെ ഹീറോ. മറ്റുള്ളവരുടെ കേസുകൾ ആഴത്തിൽ അന്വേഷിക്കുന്ന ഹീറോ സ്വന്തം മകളുടെ കേസ് വരുമ്പോൾ വെറുതെ ഇരിക്കില്ലല്ലോ. കൊലയാളി ആരാണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാതിരിക്കുമോ? അങ്ങനെ അദ്ദേഹം ആ കേസിനു പിന്നാലെ പോയി. അന്വേഷണത്തിനൊടുവിൽ ആരാണ് കൊലയാളി, എന്തിനാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത് എന്നൊക്കെ അദ്ദേഹം കണ്ടെത്തുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഈ സിനിമയുടെ കഥ. സിനിമ ആരംഭിക്കുമ്പോൾ നേരത്തെ തന്നെ കൊല്ലപ്പെട്ട ഒരു ദമ്പതികളെയാണ് കാണിക്കുന്നത്. അവരുടെ ശരീരത്തിൽ നിന്നും രക്തം മുഴുവനും ഊറ്റിയെടുത്തതിനുശേഷം കൊലപാതകം ചെയ്ത കൊലയാളി ഒരു പത്രപ്രവർത്തകനെ കത്തെഴുതുകയാണ്. അഡ്രസ്സിൽ പത്രപ്രവർത്തകന്റെ പേരും ഉള്ളടക്കത്തിന്റെ സ്ഥാനത്ത് നിരപരാധികൾ മരിക്കുന്നത് കാണൂ എന്നും കൊലയാളി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സീൻ കട്ടാകുന്നു. കൊലപാതകം നടന്നത് ലണ്ടനിലായിരുന്നു. അതേ ലണ്ടനിൽ തന്റെ സർവസ്വവും നഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെ തകർന്നിരിക്കുമോ അതുപോലെ തകർന്നിരിക്കുകയാണ് നമ്മുടെ നായകൻ ഒരു പോലീസ് ഓഫീസറാണ്, പക്ഷേ ഒരു അമേരിക്കൻ പോലീസ്. അദ്ദേഹം ലണ്ടനിൽ വന്നത് കൊല്ലപ്പെട്ട ദമ്പതികളിലെ സ്ത്രീ നായകന്റെ മകളായതുകൊണ്ടാണ്. പുതുതായി കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം അമേരിക്കയിൽ നിന്ന് ലണ്ടനിലേക്ക് ഹണിമൂണിൽ വന്നതായിരുന്നു അവൾ. അവരെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. മരിച്ചത് തന്റെ മകൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനാണ് നായകൻ ഇവിടെ വന്നിരിക്കുന്നത്. മകളുടെ മൃതദേഹം കണ്ടതും ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നരകത്തിൽ പോയതുപോലെയുള്ള സഹിക്കാനാവാത്ത വേദനയാണ് നായകന്. തന്റെ ദുഃഖം പറയാൻ പോലും ആളില്ലാതെ രാത്രി മുഴുവൻ അദ്ദേഹം ഇരുന്ന് കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം മറുവശത്ത് നായകന്റെ മകളെപ്പോലെ പുതുതായി കല്യാണം കഴിഞ്ഞ് ഹണിമൂണിനായി ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രണയജോഡികളെ കാണിക്കുന്നു. അവർ പോകുന്ന ട്രെയിനിൽ കാണാനൊരു 10 കൊലപാതകം ചെയ്തതുപോലെയുള്ള 7 അടി പൊക്കമുള്ള വിചിത്രമായ മുഖഭാവത്തോടെ ഒരു താടിക്കാരൻ മനഃപൂർവ്വം അവരുമായി സംസാരിക്കാനും കൂട്ടുകൂടാനും ശ്രമിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നായകന്റെ കാര്യം നോക്കിയാൽ മകൾ മരിച്ച വിവരമറിഞ്ഞ് നായകന്റെ ഭാര്യയും ലണ്ടനിലെത്തുന്നു. എന്തുതന്നെയായാലും മരിച്ച നമ്മുടെ മകളെ നീ കാണരുത്, നിനക്കത് താങ്ങാനാവില്ല എന്ന് നായകൻ നേരത്തെ തന്നെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, മകളെ കാണുന്നില്ല, പക്ഷെ അവളെ കൊലപ്പെടുത്തിയ സ്ഥലമെങ്കിലും എനിക്ക് കാണണം, വാ പോകാം എന്ന് നായകന്റെ ഭാര്യ വാശി പിടിച്ചതുകൊണ്ട് ലണ്ടൻ ഡിപ്പാർട്ട്മെന്റ് ചീഫിന്റെ സഹായത്തോടെ നായകനും ഭാര്യയും ക്രൈം സീനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നായകനും ചീഫും നടന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈം സീനിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതവരറിയാതെ നായകന്റെ ഭാര്യ ഒളിഞ്ഞുനിന്ന് കേൾക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ കൊലയാളി രണ്ടുപേരെയും കൊന്നതിനുശേഷം അവരുടെ ശരീരത്തിലെ രക്തം മുഴുവനും ഊറ്റിയെടുത്തിരുന്നു. പിന്നീട് പുരുഷന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നതുപോലെ കണ്ണിനു ചുറ്റും പിന്നുകൾ കുത്തിവെച്ചിരിക്കുകയും അയാളുടെ ചുണ്ടിനു മുകളിലായി എന്തോ ഒന്ന് വെച്ച് തുന്നുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം പുരുഷനെ കിടത്തി അയാളുടെ തോളിനു മുകളിലായി സ്ത്രീയെയും കിടത്തിയിട്ട് സ്ത്രീയുടെ 2 കൈകളും കൈക്കുഴ വരെ മുറിച്ചെടുത്തിട്ടുണ്ട്. കൈകൾ എവിടെ പോയെന്ന് ഇതുവരെ അറിയില്ല, അത് ക്രൈം സീനിലില്ല. അവസാനമായി സ്ത്രീയുടെ ഇടത് കൈ പുരുഷന്റെ വായ്ക്കുള്ളിൽ വെച്ചിരിക്കുകയാണ്. കൊലപാതകം ചെയ്തിട്ട് മൃതദേഹം അവിടെയിട്ട് പോകാമായിരുന്നു. എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈയൊരു പോസിൽ വെച്ചത് എന്നതൊരു ചോദ്യമാണ്. ഇതുകൂടാതെ മുറി ആരം ബലമായി കുത്തിത്തുറന്നകത്തു വന്നതിന്റെ യാതൊരു തെളിവുമില്ല. മരിച്ചത് ഒരു പോലീസുകാരന്റെ മകളാണ്. അവൾക്കറിയാമല്ലോ ആരെയാണ് സംശയിക്കേണ്ടതെന്നും ആരെയൊക്കെയാണ് മുറിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതെന്നും ആരെയൊക്കെ പ്രവേശിപ്പിക്കരുതെന്നും അറിയാമായിരുന്നിട്ടും കൊലയാളികൾ അനായാസം മുറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊലപാതകത്തിന് മുൻപ് തന്നെ അവർ ദമ്പതികളുമായി സംസാരിച്ച് പരിചയപ്പെട്ട് സുഹൃത്തുക്കളായിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് നായകന്റെ മകൾ കൊലയാളിയെ മടികൂടാതെ അകത്തേക്ക് കയറ്റിയത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്തെന്നാൽ ഏതാണ്ട് ഇവിടെ നടന്നതുപോലെയുള്ള ഒരു കൊലപാതകം കുറച്ചു നാളുകൾക്ക് മുൻപ് സ്പെയിനിലെ മാഡ്രിഡ് എന്ന സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഒരു ദമ്പതികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ കൊലപാതകവും ഈ കൊലപാതകവും നടത്തിയത് ഒരേ ആളായിരിക്കുമോ എന്ന് നായകനൊരു സംശയം. അന്വേഷിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ എന്ന് ലണ്ടൻ ചീഫ് പറയുമ്പോൾ വീണ്ടും ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രണയ ജോഡികളെ കാണിക്കുന്നു. ആ താടിക്കാരൻ അവരോട് സംസാരിച്ച് ഒത്തുചേരാൻ ശ്രമിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവൻ മദ്യമെടുക്കാൻ പോയ സമയത്ത് ആ പ്രണയ ജോഡികൾ ട്രെയിനിൽ
നിന്നിറങ്ങുന്നു. പോകുമ്പോൾ അതിലെ പെൺകുട്ടി അവൾ തലയിൽ വെച്ചിരുന്ന തൊപ്പി അവിടെ മറന്നുവെച്ചിട്ട് പോകുന്നു. അത് ആ താടിക്കാരൻ എടുത്ത് കയ്യിൽ വെക്കുന്നു. ഇത് കഴിഞ്ഞ് ഈ ഭാഗത്ത് നായകന്റെ അടുത്തേക്ക് വന്നാൽ ക്രൈം സീനിൽ നിന്ന് നായകനും ഭാര്യയും പുറത്തു വന്നപ്പോൾ നായകനും ചീഫും സംസാരിച്ചതെല്ലാം നായകന്റെ ഭാര്യ കേട്ടിരുന്നല്ലോ. അതുകൊണ്ട് നോക്ക്, എന്റെ മകളെ ഒരാൾ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതാരായാലും ശരി, നീ അവനെ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ ഒരു കാലത്ത് നമുക്ക് മനസ്സമാധാനം ലഭിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അടുത്ത 2 ആഴ്ച അവിടെ തന്നെ താമസിച്ച് കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ചില അന്വേഷണങ്ങൾ നായകൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടിവിയിൽ ഒരു വാർത്ത വരുന്നു. നായകന്റെ മകളും അവളുടെ ഭർത്താവും കൊല ചെയ്യപ്പെട്ടല്ലോ. കൊലപാതകം നടന്ന് 2 ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ കൊലയാളി കൊലപാതകം ചെയ്യുമ്പോൾ തന്നെ ഒരു പത്രപ്രവർത്തകനെ കത്തെഴുതിയത് നമ്മൾ കണ്ടിരുന്നല്ലോ. അവൻ ആ കത്ത് പോസ്റ്റ് ചെയ്തിരുന്നു. അതൊരു റിപ്പോർട്ടർക്ക് ലഭിക്കുകയും ചെയ്തു. പക്ഷേ അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നില്ല. ഇതുപോലെ കൊലയാളിയുടെ ഭാഗത്തുനിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് ഒരു റിപ്പോർട്ടർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുന്നു. ഇത് കണ്ടതും നായകന് ദേഷ്യം വന്നു. നേരെ ലണ്ടൻ ചീഫിന്റെ അടുത്തേക്ക് പോയിട്ട്, ഞാൻ മകളെ നഷ്ടപ്പെട്ടിവിടെ വിഷമിച്ചിരിക്കുകയാണ്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്നോട് പറയാതിരുന്നത്? എനിക്ക് TV കണ്ട് മനസ്സിലാക്കേണ്ടി വന്നിരിക്കുന്നു. ഇതൊക്കെ ന്യായമാണോ എന്ന് നായകൻ ദേഷ്യപ്പെട്ടപ്പോൾ, നോക്കൂ, നിങ്ങൾ പോലീസുകാരനാണ്. ഇത് നിങ്ങളുടെ രാജ്യമല്ല, ഞങ്ങളുടെ രാജ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛനാണ്. കേസുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് ചീഫ് മുഖത്തടിച്ചതുപോലെ സംസാരിച്ചപ്പോൾ, ശരി, അങ്ങനെയാണോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാനുണ്ടോ അത് ചെയ്യുക. എന്റെ മകളെ കൊന്നവനെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് എനിക്കറിയാം. ഞാനത് നോക്കിക്കോളാമെന്ന് വെല്ലുവിളിച്ചു നായകൻ അവിടെ നിന്നും പോകുന്നു. നായകൻ നേരെ പോകുന്നത് ഏത് റിപ്പോർട്ടർക്കാണോ കത്ത് ലഭിച്ചത് ആ റിപ്പോർട്ടറെ കണ്ട് കത്തിലുള്ള വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചപ്പോൾ തുടക്കത്തിൽ അവൻ പറയാൻ തയ്യാറായില്ല. സാർ, ഇതിലെനിക്കെന്റെ മകളെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കുട്ടികളൊക്കെ ഉണ്ടാകുമല്ലോ. ഒരച്ഛന് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടാൽ അവരെത്രത്തോളം വിഷമിക്കുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എന്റെ മകളെ കൊന്നവൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചെതിയൂ. നിങ്ങൾ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. എന്റെ മകളുടെ കൊലപാതകത്തിന് ശേഷം നിങ്ങൾക്കൊരു ലെറ്റർ വന്നില്ലേ? ഇതിനു മുമ്പ് മാഡ്രിഡിൽ ഒരു സംഭവം നടന്നിരുന്നു. ഇതും ഒരാൾ തന്നെയാണോ ചെയ്തതാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ കൊലപാതകത്തിന് ശേഷം അവിടെയുള്ള ഏതെങ്കിലും റിപ്പോർട്ടർക്ക് അതുമായി ബന്ധപ്പെട്ട് ലെറ്റർ പോയിരുന്നു എന്ന് മാത്രം എന്നോട് പറയുക. എനിക്കതു മതി. നായകൻ വളരെ സങ്കടത്തോടെ ചോദിച്ചപ്പോൾ റിപ്പോർട്ടറും പറയുന്നു, അതെ, നിങ്ങൾ വിചാരിച്ചതുപോലെ മാഡ്രിഡിൽ നടന്ന കൊലപാതകത്തിലും ഒരു റിപ്പോർട്ടർക്ക് ലെറ്റർ പോയിട്ടുണ്ട് എന്നു പറഞ്ഞതും ആ കൊലപാതകത്തെപ്പറ്റിയുള്ള ചെറിയൊരു വിവരം നമ്മളെ കാണിക്കുന്നു. നായകന്റെ മകളെയും ഭർത്താവിനെയും കൊന്നിട്ട് എങ്ങനെയാണോ ഒരു പ്രത്യേക രീതിയിൽ കിടത്തിയിരുന്നത്, അതുപോലെ ഈ കപ്പിളിനെയും വ്യത്യസ്തമായൊരു പോസിലാണ് വെച്ചിരിക്കുന്നത്. രണ്ടുപേരെയും നേർക്കുനേർ കിടത്തി പരസ്പരം ചുംബിക്കുന്നതുപോലെ ഡെഡ് ബോഡികൾ അടുത്തടുത്ത് വെച്ചിരിക്കുന്നു. എന്നാൽ രണ്ടുപേരുടെയും ചുണ്ടുകൾ തമ്മിൽ മുട്ടുന്നില്ല. സത്യം പറഞ്ഞാൽ മരിച്ച പുരുഷന്റെ വായിൽ ചുണ്ടുകളെ ഉണ്ടായിരുന്നില്ല, അത് കീറിയെടുത്തിരുന്നു. ഒരുപക്ഷെ ഈ ചുണ്ടാകാം നായകന്റെ മകളുടെ കൊലപാതകത്തിൽ മരിച്ച പുരുഷന്റെ വായിൽ തുന്നി പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ആ ആദ്യത്തെ റിപ്പോർട്ടറെ പിടിച്ചാൽ മാത്രമേ കേസ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുകയുള്ളൂ. അതിനാൽ അന്ന് രാത്രി തന്നെ മാഡ്രിഡിലേക്ക് ഫ്ലൈറ്റ് കയറി പോകാമെന്ന് കരുതി നായകൻ എയർപോർട്ടിലെത്തിയെങ്കിലും ഒരു ഫ്ലൈറ്റിലും ടിക്കറ്റില്ല. നിരാശയോടെയും ദേഷ്യത്തോടെയും എയർപോർട്ടിൽ തന്നെ കിടന്ന നായകൻ തന്റെ മകളുടെ കല്യാണം നടന്ന ഫ്ലാഷ്ബാക്കൊക്കെ ഓർത്തു കിടക്കുമ്പോൾ വീണ്ടും ടിവിയിൽ ഒരു വാർത്ത വരുന്നു. ജർമ്മനിയിലെ മ്യൂണിക് എന്ന സ്ഥലത്ത് കൊലയാളി 3ാമത്തെ കപ്പിളിനെയും കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇത് കേട്ട് സംഭവസ്ഥലത്തേക്ക് പോയ നായകൻ ആ നാട്ടിലെ ഒരു ഇൻസ്പെക്ടറെ കണ്ട് ഇതേ കൊലയാളി തന്നെയാണ് തന്റെ മകളെയും കൊന്നതെന്ന് പറയുന്നു. ഇൻസ്പെക്ടർ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലുള്ള ചില കേസ് വിവരങ്ങൾ നായകനോട് പറയുന്നു. കൊലയാളി 3ാമതായി കൊന്ന കപ്പിളിനെയും ആദ്യത്തെ 2 കപ്പിളിനെ പോലെ വ്യത്യസ്തമായൊരു പോസിലാണ് നിർത്തിയിരിക്കുന്നത്. ബെഡിനടുത്ത് പുരുഷനെ നിർത്തിയിട്ട് അയാൾക്കരികിൽ സ്ത്രീയെ ഇരുത്തിയിട്ട് അവളുടെ ചൂണ്ടുവിരലുണ്ടല്ലോ, അത് പുരുഷന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയിരിക്കുകയാണ്. ഇതിൽ നായകൻ അറിയാത്ത മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? 3ാമത്തെ കൊലപാതകത്തിന്റെ സൂചനയും ഈ നാട്ടിലെ ഒരു റിപ്പോർട്ടർക്ക് കൊലയാളി പോസ്റ്റ് കാർഡിലൂടെ അയച്ചിട്ടുണ്ട്. 3 കൊലപാതകങ്ങളിലും ഇതുവരെ പോസ്റ്റ് കാർഡ് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് നായകൻ വിചാരിച്ചിരുന്നത്. എന്നാൽ എല്ലാ പോസ്റ്റ് കാർഡുകൾക്കൊപ്പവും കൊലയാളി താൻ കൊല്ലാൻ തിരഞ്ഞെടുത്ത കപ്പിളുകളുടെ ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ 2ാമതായി നടന്ന നായകന്റെ മകളുടെ കൊലപാതകത്തിലും അവളുടെ ഫോട്ടോ പോസ്റ്റ് കാർഡിൽ വന്നിട്ടുണ്ടാകുമല്ലോ. എനിക്കത് കാണണമെന്ന് നായകൻ ചോദിക്കുന്നു. സോറി, അത് തെളിവായി അടയാളപ്പെടുത്തി എവിഡൻസ് റൂമിൽ വെച്ചിരിക്കുകയാണ്. അത് നിന്നെ കാണിക്കുകയെന്നത് നടക്കാത്ത കാര്യമാണ്. വേറെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കൂ എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ നായകന് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാകുന്നു. കൊലയാളി ഒരേ നാട്ടിലല്ല കൊലപാതകങ്ങൾ ചെയ്യുന്നത്. അവൻ നാടുകൾ മാറി മാറി വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് കൊല ചെയ്യുന്നത്. എന്നാൽ പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? ഈ നാട്ടിൽ കൊലപാതകം നടന്നാൽ ഈ നാടിന് ചുറ്റും മാത്രമാണ് അവർ കൊലയാളിയെ അന്വേഷിക്കുന്നത്. അവൻ കൊലപാതകം നടത്തിയിട്ട് കൂളായി എന്തായാലും വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയിട്ടുണ്ടാകും. ഇവർ പോലീസുകാർ അന്വേഷിക്കുന്ന രീതി കണ്ടിട്ട് ഈ ജന്മത്തിൽ കൊലയാളിയെ കണ്ടുപിടിക്കില്ല എന്ന് തോന്നി.
നായകൻ നിരാശനായി നിൽക്കുമ്പോൾ അടുത്ത ദിവസം സ്റ്റോക്ക്ഹോം എന്ന നഗരത്തിലുള്ള ഒരു ലേഡി റിപ്പോർട്ടർക്ക് കൊലയാളിയിൽ നിന്ന് 4ാമത്തെ ലെറ്റർ ലഭിക്കുന്നു. അതിൽ കൊലയാളി എഴുതിയിരിക്കുന്നത് പ്രണയം മരിക്കുന്നില്ല എന്നാണ്. മുഖം കാണിക്കാതെ ആരാണ് ഈ സിനിമാ ഡയലോഗുകൾ പോലെ ഇതൊക്കെ എഴുതുന്നതെന്ന് നാം ചിന്തിച്ചിരിക്കുമ്പോൾ ആ ലേഡി റിപ്പോർട്ടർ തനിക്ക് വന്ന ലെറ്റർ പോലീസിൽ ഏൽപ്പിക്കുന്നു. കൊലയാളിയിൽ നിന്ന് ലെറ്റർ വന്നാൽ തന്നെ അടുത്ത കൊലപാതകം നടക്കാൻ പോകുന്നു എന്നാണല്ലോ അർത്ഥം. ആര് എവിടെ എങ്ങനെ മരിക്കാൻ പോകുന്നു എന്നറിയില്ല. 4ാമത്തെ ലെറ്റർ വന്നിട്ടുണ്ടെന്നറിഞ്ഞയുടനെ നായകൻ ആ ലേഡി റിപ്പോർട്ടറെ കണ്ട് ലെറ്ററിലെ വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചെങ്കിലും അവൾ നായകനോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ശരിയെന്ന് കരുതി അവളുടെ വീടിന്റെ വാതിലിൽ തന്റെ വിസിറ്റിംഗ് കാർഡ് മാത്രം വെച്ചിട്ട് നായകൻ അവിടെ നിന്നും പോകുന്നു. ഇതിനുശേഷം കുറച്ച് സീനുകൾക്ക് മുമ്പ് ട്രെയിനിൽ നമ്മളൊരു കമിതാക്കളെ കണ്ടിരുന്നല്ലോ. ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ താടിക്കാരനെ ഒഴിവാക്കിയിട്ട് പോയ അവർ വേറെയൊരു നാട്ടിൽ പോയി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വിചാരിച്ചതൊന്നുമല്ല അവിടെ നടക്കുന്നത്. ഒഴിവാക്കിവിട്ട അതേ താടിക്കാരൻ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. അവൻ ഇവരെ കാണുകയും ചെയ്തു. എവിടെ പോയാലും ഈ ശല്യക്കാരൻ പുറകെ തന്നെയുണ്ടല്ലോ, എന്തു ചെയ്യാനാ? കുറച്ചുനേരം പോയി സംസാരിക്കാമെന്ന് കരുതി അവർ അവന്റെ കൂടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നു. മറുവശത്ത് നായകൻ ഇതിനു മുമ്പ് കൊലപാതകം നടന്ന 3 സ്ഥലങ്ങളും ഇനി കൊലപാതകം നടക്കാൻ പോകുന്ന സ്ഥലവും ഉൾപ്പെടെ 4 സ്ഥലങ്ങളും മാപ്പിൽ നോക്കുകയും അതോടൊപ്പം 3 കൊലപാതകങ്ങളും നടന്ന തീയതികൾ ഒത്തുനോക്കി കൊലയാളിയുടെ രീതി, പാറ്റേൺ ഏകദേശം കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അതായത് ഓരോ കൊലപാതകത്തിനും കൊലയാളി 2 ആഴ്ചത്തെ ഇടവേളയാണ് എടുക്കുന്നത്. അങ്ങനെ നോക്കിയാൽ 4ാമത്തെ കൊലപാതകം ഇനി 2 ദിവസത്തിനുള്ളിൽ നടക്കും. ഈ വിവരം നായകൻ പോയി സ്വീഡിഷ് പോലീസിനോട്, അടുത്ത കൊലപാതകം നടക്കാൻ പോകുന്നത് സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലാണല്ലോ, പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും ചെവിക്കൊള്ളുന്നില്ല. ഈ ലോകത്ത് നിങ്ങൾ മാത്രമാണ് പോലീസ് എന്ന് കരുതി സംസാരിക്കരുത്. ഞങ്ങളുടെ ടീമിനും ഒരു കേസ് എങ്ങനെ അന്വേഷിക്കണമെന്ന് നന്നായി അറിയാം. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കൂ എന്ന് പറഞ്ഞ ആ ലേഡി ചീഫ് നായകനെ അപമാനിച്ച് പറഞ്ഞുവിടുന്നു. അതേസമയം മറുവശത്ത് ആ റിപ്പോർട്ടർക്ക് അറിഞ്ഞോ അറിയാതെയോ കൊലയാളി അടുത്തതായി ചെയ്യാൻ പോകുന്ന കൊലപാതകത്തിന്റെ സൂചനയുള്ള പോസ്റ്റ് കാർഡ് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ കൊലയാളി ആരാണെന്നും ഇതിനു മുമ്പ് അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടർ അന്വേഷിക്കുമല്ലോ. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് 2ാമതായി കൊല്ലപ്പെട്ട കപ്പിളിലെ പെൺകുട്ടി നായകന്റെ മകളാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതോടെ അവൾക്ക് നായകനോട് സഹതാപം തോന്നുന്നു. ഉടനെ നായകനെ കണ്ടവൾ പറയുന്നു, നിങ്ങളുടെ മകൾക്ക് ഇങ്ങനെ സംഭവിച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ആദ്യ ദിവസം നിങ്ങൾ വന്ന് സംസാരിക്കപ്പോൾ ഞാൻ മുഖം തന്നുപോലും സംസാരിക്കാതിരുന്നത്. സാരമില്ല, അതൊക്കെ വിട്ടേക്കൂ. ഇനി മുതൽ ഈ കേസിൽ എനിക്ക് കഴിയുന്നത്ര സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറഞ്ഞ് നായകനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. വിവിധ സ്ഥലങ്ങളിലുള്ള ഓരോ ജേർണലിസ്റ്റുകൾക്കായി മൊത്തം 4 പോസ്റ്റ് കാർഡുകൾ പോയിട്ടുണ്ടല്ലോ. ആ 4 പേരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സത്യം പറഞ്ഞാൽ ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ അവർ കവർ ചെയ്യുന്ന വിഷയങ്ങൾ പോലും വ്യത്യസ്തമാണ്. ഒരാൾ പൊളിറ്റിക്സ് കവർ ചെയ്യുന്നു, മറ്റൊരാൾ ഹിസ്റ്ററി, മൂന്നാമത്തെയാൾ ഫിനാൻസ്. ഇങ്ങനെ അവരുടെ വിഷയങ്ങളും വ്യത്യസ്തമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊലയാളി താൻ ആ നാട്ടിലെത്തിയെന്നും അവിടെ ഒരു കൊലപാതകം ചെയ്യാൻ പോകുകയാണെന്നും അറിയിക്കാൻ വേണ്ടി യാദൃച്ഛികമായി റാൻഡമായി ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റിന് പോസ്റ്റ് കാർഡ് അയക്കുകയാണ്. ശരി, അതൊക്കെ പോട്ടെ. ലഭിച്ചിരിക്കുന്ന 4 പോസ്റ്റ് കാർഡുകളിലും എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ കൊലപാതകം നടന്നത് മാഡ്രിഡിലാണല്ലോ. അവിടെ ലഭിച്ച പോസ്റ്റ് കാർഡിൽ മരണം വരെ നമ്മൾ ഒരുമിച്ച് ഉറച്ചു നിൽക്കും എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. 2ാമത്തെ കൊലപാതകം നടന്നത് ലണ്ടനിലാണ്. അതാണല്ലോ നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടത്. നിരപരാധി മരിക്കുന്നത് നോക്കൂ എന്നാണ് കൊലയാളി അതിലെഴുതിയത്. മ്യൂണിക്കിൽ വന്ന 3ാമത്തെ പോസ്റ്റ് കാർഡിൽ വേദന അനുഭവിക്കൂ, സത്യം മനസ്സിലാക്കൂ എന്നെഴുതിയിട്ടുണ്ട്. അവസാനമായി വന്ന 4ാമത്തെ പോസ്റ്റ് കാർഡിൽ പ്രണയം മരിക്കുന്നില്ല എന്നാണ് എഴുതിയിരുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ. പിന്നെ കൊലയാളി അയച്ചിരിക്കുന്ന എല്ലാ പോസ്റ്റ് കാർഡുകളിലും ഓരോ ഡയലോഗുകൾ എഴുതിയിട്ടുണ്ടല്ലോ. അതിൽ കൊലയാളി 3 കുത്തുകൾ ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം ഇത് കൊലയാളിയുടെ അവസാനത്തെ കൊലപാതകമായിരിക്കില്ല. ഇതോടുകൂടി അവൻ കൊലപാതകങ്ങൾ നിർത്താൻ പോകുന്നില്ല. അവൻ തുടർന്നും കൊല ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ഇതിനർത്ഥം. എന്നാൽ അവൻ എന്താണ് വേണ്ടതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. നായകൻ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേസമയം നമ്മൾ കണ്ട ആ കമിതാക്കൾ ഒരു ബാറിലുണ്ട്. നല്ല 6 അടി ഉയരമുള്ള ആ താടിക്കാരൻ ഇവരെ വിടാതെ കൂടെ തന്നെ കൂടിയിരുന്നല്ലോ. ഇതുവരെ ഒറ്റയ്ക്കായിരുന്ന അവൻ ഇപ്പോൾ ഭാര്യയാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നു. അതെങ്ങനെ നാട്ടിൽ നിന്നും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ വന്നത്? ഇവിടെ എങ്ങനെ നിങ്ങൾക്ക് ഭാര്യ വന്നു എന്ന് കമിതാക്കൾക്ക് സംശയം തോന്നി. എന്നാൽ എനിക്ക് ട്രെയിനിൽ വരാനാണ് കൂടുതൽ ഇഷ്ടം, എന്റെ ഭാര്യയ്ക്ക് ഫ്ലൈറ്റിൽ വരാനും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും വേറെ വേറെ വഴിയിൽ ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞവർ 2 പേരും ഒപ്പിച്ചു. പാവം കമിതാക്കളും അതൊരു വലിയ കാര്യമായി എടുക്കാതെ അവരോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ നായകനും റിപ്പോർട്ടറും കൊലയാളി ഓരോ പോസ്റ്റ് കാർഡിലും എഴുതിയിരിക്കുന്ന വാചകങ്ങളുടെ അർത്ഥം അന്വേഷിച്ച് ഒരു പ്രൊഫസറുടെ അടുത്ത് പോയപ്പോൾ 3ാമത്തെ കൊലപാതകത്തിൽ വേദനയനുഭവിച്ച് സത്യം മനസ്സിലാക്കൂ എന്ന് കൊലയാളി എഴുതിയിരുന്നല്ലോ. അതൊരു ചരിത്രപരമായ കലാരൂപത്തെ, അതായത് ഹിസ്റ്റോറിക്കൽ ആർട്ടിനെ സൂചിപ്പിക്കുന്നതുപോലെ ഉണ്ട് എന്ന് പ്രൊഫസർ കരുതുന്നു. ആ കലാരൂപത്തിന്റെ പേര് ഡൗട്ടിംഗ് തോമസ്. യേശു ഉയർത്തെഴുന്നേറ്റ് വന്നതിനുശേഷം അത് യഥാർത്ഥത്തിൽ യേശു തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ യേശുവിന്റെ ശിഷ്യന്മാരിൽ തോമസ് എന്നു പേരുള്ള ഒരാൾ തന്റെ ചൂണ്ടുവിരൽ യേശുവിന്റെ നെഞ്ചിലേക്ക് വയ്ക്കുന്നതായി ഇതിൽ കാണിക്കുന്നു. ഇത് അവർ ഒരു ആർട്ടായി വരച്ചുവെച്ചിട്ടുണ്ട്. ആർട്ടിൽ തോമസ് എങ്ങനെയാണോ യേശുവിന്റെ നെഞ്ചിലേക്ക് കൈവയ്ക്കുന്നത്, അതുപോലെ തന്നെയാണ് കൊലയാളി 3ാമത്തെ കൊലപാതകത്തിൽ മരിച്ച പെൺകുട്ടിയുടെ ചൂണ്ടുവിരൽ പുരുഷന്റെ നെഞ്ചിലേക്ക് വെച്ചിരിക്കുന്നത്.
കൂടാതെ ഈ ആർട്ട് ഡ്രോയിംഗ് കൊലപാതകം നടന്ന അതേ മ്യൂണിക്കിലുള്ള മ്യൂസിയത്തിലാണ് ഉള്ളത്. ഇതിനെക്കുറിച്ചാണ് കൊലയാളി സത്യമറിയണമെങ്കിൽ വേദന അനുഭവിക്കണം എന്നെഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഒരു പിശാച് അതിന്റെ സ്വന്തം മകനെ തന്നെ വിഴുങ്ങുന്നതുപോലെയുള്ള ഒരു കലാരൂപം. ഒരു നിരപരാധി മരിക്കുന്നത് നോക്കൂ എന്നതാണല്ലോ ഈ ഡ്രോയിങ്ങിന്റെ അർത്ഥം. നായകന്റെ മകളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോസ്റ്റ് കാർഡിലാണല്ലോ കൊലയാളി ഈ വാചകം എഴുതിയിരുന്നത്. കൊലപാതകം നടന്നതിൽ ലണ്ടനിലും ഈ ആർട്ട് ഡ്രോയിംഗ് പ്രദർശനത്തിനായി വച്ചിരിക്കുന്നതും ലണ്ടനിലെ മ്യൂസിയത്തിലുമാണ്. അതായത് കൊലയാളി ഓരോ നാട്ടിലും വന്ന് അവിടെയുള്ള ഒരു കമിതാക്കളെ തിരഞ്ഞെടുക്കുകയും കൊലപാതകം നടത്തിയിട്ട് ആ കലാരൂപത്തെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ തന്നെ ഡെഡ് ബോഡി വച്ചിട്ട് പോവുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ മ്യൂണിക്കിൽ വന്ന് കൊലപാതകം നടത്തിയ കൊലയാളി കൊല ചെയ്യുന്നതിനു മുമ്പ് മ്യൂസിയത്തിൽ പോയി അവിടെയുള്ള ഡൗട്ടിംഗ് തോമസ് എന്ന കലാരൂപം തീർച്ചയായും കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ സ്ഥലത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചാൽ കൊലയാളിയെ കണ്ടെത്താൻ ഒരു പരിധിവരെ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ സഹായിക്കാൻ മനസ്സുള്ള മ്യൂണിക് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറോട് നായകൻ ഇതൊക്കെ പറയുകയും ഇവർ രണ്ടുപേരും ചേർന്ന് CCTV ക്യാമറ പരിശോധിക്കുകയും ചെയ്യുന്നു. നായകൻ സംശയിച്ചതുപോലെ തന്നെ ആരോ ഒരാൾ തുടർച്ചയായി 2 ദിവസം ആ ഡ്രോയിംഗ് നോക്കി നിൽക്കുന്നത് അവർ കാണുന്നു. എന്നാൽ ക്യാമറയിൽ അവരുടെ മുഖം വ്യക്തമല്ല, ഹൂഡിയിട്ട് പൂർണ്ണമായും മറച്ചിരിക്കുകയാണ്. അവിടെയാണൊരു ട്വിസ്റ്റുള്ളത്. ഡ്രോയിംഗ് നോക്കുന്നത് ഒരാളല്ല, ഒരു പെൺകുട്ടിയും പയ്യനും ചേർന്ന് 2 പേരുണ്ടവിടെ. അതായത് പോലീസ് അന്വേഷിക്കുന്നത് ഒരു കൊലയാളിയെയല്ല. കൊലയാളികൾ ഒരു കപ്പിളാണ്, അഥവാ ജോഡികളാണ്. അവർ ഓരോ നാട്ടിലും പോയി അവിടെയുള്ളൊരു കപ്പിളിനെ തെരഞ്ഞെടുത്ത് കൊലപ്പെടുത്തുകയാണ്. നായകൻ കണ്ടുപിടിച്ച ഈ വിവരം അടുത്ത കൊലപാതകം നടക്കാൻ പോകുന്ന സ്വീഡൻ ഡിപ്പാർട്ട്മെന്റിലേക്കും എത്തുന്നു. പുറത്തുനിന്നും വന്നിട്ടുള്ള സംശയം തോന്നുന്ന കപ്പിളുകളെപ്പറ്റി അവർ അന്വേഷിച്ചപ്പോൾ ഒരാളെ അവർ പിടികൂടുന്നു. വേറെ ആരെയാണ്? ആ താടിക്കാരനെയും അവന്റെ ഭാര്യയെയുമാണ്. താടിക്കാരൻ 7 ദിവസം മുമ്പാണ് ഈ നാട്ടിലെത്തിയത്. അവന്റെ ഭാര്യ അവന്റെ കൂടെ വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് അവൾ ഫ്ലൈറ്റിലാണ് ഈ നാട്ടിലെത്തിയത്. അവരെ സംശയിച്ച് അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോലീസ് സംഘം ഇരച്ചുകയറിയെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. കാരണം താടിക്കാരനും അവന്റെ ഭാര്യയും ഇവരുടെ കൂടെ പെട്ടുപോയ ആ കമിതാക്കളുമടക്കം 4 പേരും ഒരു ബോട്ടിൽ കയറി നദിയുടെ നടുവിൽ ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ തന്നെ തുടക്കത്തിൽ ഈ കമിതാക്കൾ താടിക്കാരനെ ഒഴിവാക്കി പോന്നപ്പോൾ ആ പെൺകുട്ടി അവളുടെ തൊപ്പി ട്രെയിനിൽ തന്നെ മറന്നുവെച്ചിരുന്നല്ലോ. താടിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന അവളുടെ തൊപ്പി. ഇതാ നിന്റെ തൊപ്പി, അവസാനമായി ഒരിക്കൽ കൂടി വെച്ചു നോക്കിക്കോ എന്ന മട്ടിൽ അവൻ പറഞ്ഞപ്പോൾ, ഇല്ല എനിക്കത് വേണ്ട, നീ തന്നെ വെച്ചോ എന്നാ പെൺകുട്ടി പറയുന്നു. ഇവിടെ സീൻ കട്ട് ചെയ്യുന്നു. താടിക്കാരനും അവന്റെ ഭാര്യയും അപ്പാർട്ട്മെന്റിലില്ല. അവർ എങ്ങോട്ടാണ് പോയതെന്ന് അന്വേഷിച്ച് അവർ ബോട്ടിലാണ് പോയതെന്ന് മനസ്സിലാക്കി നായകനും സ്വീഡിഷ് പോലീസും ജർമ്മൻ പോലീസും എല്ലാവരും അവർ പോയ അതേ ലൊക്കേഷനിലെത്തുന്നു. എന്നാൽ ഇവരെത്തുന്നതിനു മുൻപ് തന്നെ അവിടെ കൊലപാതകം നടന്നിരുന്നു. ഒരു കപ്പിൾ മരിച്ചു കിടക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതാണ്. അവിടെ മരിച്ചു കിടക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മൾ വിചാരിച്ചതുപോലെ ആ പാവം കമിതാക്കളല്ല. ആരോ കൊലയാളികളായിരിക്കുമെന്ന് നമ്മൾ സംശയിച്ച ആ താടിക്കാരനും അവന്റെ ഭാര്യയുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എല്ലാ കൊലപാതകങ്ങളെയും പോലെ ഈ കൊലപാതകത്തിലും ആ കപ്പിളിനെ ഒരു പ്രത്യേക പോസിലാണ് വെച്ചിരിക്കുന്നത്. അതിൽ താടിക്കാരന്റെ മുതുകിൽ ഇതിനു മുൻപ് കൊലപ്പെടുത്തിയവരുടെ വെട്ടിയെടുത്ത ചെവികൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും പുറമെ ഇതാ നിന്റെ തൊപ്പി വെച്ചോളൂ എന്ന് താടിക്കാരൻ ആ പെൺകുട്ടിക്ക് നേരെ നീട്ടിയപ്പോൾ, വേണ്ട നീ തന്നെ വെച്ചോ എന്നവൾ പറഞ്ഞ ആ തൊപ്പിയും അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടതും നായകൻ പൊട്ടിക്കരയുന്നു. കാരണം അത് നായകന്റെ മകളുടെ തൊപ്പിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പാവങ്ങളാണെന്ന് വിചാരിച്ചിരുന്ന അവർ തന്നെയാണ് അതിഭയങ്കരന്മാരായ സൈക്കോ കൊലയാളികൾ. അവരാണ് എല്ലാ കപ്പിളുകളെയും കൊലപ്പെടുത്തുന്നത്. ഇത് കണ്ടയുടനെ ഇപ്പോൾ നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട ആർട്ട് ഏതാണെന്ന് റിപ്പോർട്ടർ കണ്ടുപിടിക്കുന്നു. അത് 2 ക്യൂപ്പിഡുകൾ ഒന്നിച്ചു ചേരുന്ന പോലെയുള്ള ഒരു കലാരൂപമാണ്. ക്യൂപ്പിഡിന് പറക്കാൻ മുതുകിൽ ചിറകുകളുണ്ടാകുമല്ലോ. കില്ലേഴ്സ് കൊലപ്പെടുത്തി ഉണ്ടാക്കുന്ന ആർട്ടിലും ആ ചിറകുകൾ വേണമെന്നുള്ളതുകൊണ്ടാണ് താടിക്കാരന്റെ മുതുകിൽ ചിറകുകൾക്ക് പകരം വെട്ടിയെടുത്ത ചെവികൾ ഒട്ടിച്ചുവച്ചിരിക്കുന്നത്. പിന്നെ ഈ ഡ്രോയിംഗ് സൂചിപ്പിക്കുന്നത് പ്രണയം മരിക്കുന്നില്ല എന്ന വാചകത്തെയാണ്. സ്റ്റോക്ക്ഹോമിലെ ഒരു മ്യൂസിയത്തിലാണ് ഈ ആർട്ടുള്ളത്. മൊത്തത്തിൽ 4 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. 4 കൊലപാതകങ്ങൾക്കും പോസ്റ്റ് കാർഡുകളും വന്നിട്ടുണ്ട്. ഒന്നിൽ മരണം, മറ്റൊന്നിൽ ത്യാഗം, വേറൊന്നിൽ വേദന, പിന്നെയൊന്നിൽ പ്രണയം എന്നിങ്ങനെ ഓരോ പോസ്റ്റ് കാർഡിലൂടെയും കൊലയാളി ഓരോ വികാരങ്ങളെയാണ് കൊണ്ടുവരുന്നത്. എന്നാൽ ഇതെല്ലാം എന്തിനുവേണ്ടി ചെയ്യുന്നു എന്ന് മാത്രം തല പുകഞ്ഞാലോചിച്ചിട്ടും ഒട്ടും മനസ്സിലാവുന്നില്ല. എന്നാൽ അടുത്ത സീനിൽ തന്നെ താടിക്കാരനും അവന്റെ ഭാര്യയും ആ പാവം കമിതാക്കളുടെ ആ അക്രമകാരികളായ കമിതാക്കളുടെ കൂടെ ബോട്ട് കയറിയ ആ സ്ഥലത്തെ CCTV ക്യാമറകൾ വെച്ച് അവർക്കൊപ്പമുണ്ടായിരുന്നത് ഇവർ 2 പേരും മാത്രമാണെന്ന് പോലീസ് ഉറപ്പുവരുത്തുന്നു. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ചെക്കൌട്ട് ചെയ്ത് പോകാൻ തയ്യാറായിരുന്ന ആ അക്രമകാരികളായ കമിതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പെടുന്ന പാടുണ്ടല്ലോ. എത്ര സമർത്ഥമായാണ് അവർ പോലീസിനെ കബളിപ്പിക്കുന്നതെന്നറിയാമോ? അതിലൊരു നോർത്ത് ഇന്ത്യൻ നടിയെപ്പോലെയുള്ള ആ പെൺകുട്ടിയുണ്ടല്ലോ, അവളാണ് ക്രിമിനലുകളിൽ ക്രിമിനൽ.
ഞാനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് തോന്നിക്കുന്ന ഒരു ഭാവം പോലും അവളുടെ മുഖത്തില്ല. അത്രയും നിഷ്കളങ്കമായ മുഖത്തോടെ ഇരിക്കുന്ന അവളോട്, നീയും നിന്റെ ഭർത്താവും പിന്നെ ആ താടിക്കാരനും അവന്റെ ഭാര്യയും അടക്കം 4 പേരും ചേർന്നല്ലേ ബോട്ടിൽ ആ സ്ഥലത്തേക്ക് പോയത്? അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പോലീസ് ചോദിച്ചതിന്, എനിക്കെന്തറിയാം, ഞങ്ങൾ അതുവരെ പോയി. അവിടെ എത്തിയപ്പോൾ എന്റെ ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാതെയായെന്ന് പറഞ്ഞു. ഞങ്ങൾ തിരികെ റൂമിലേക്ക് പോന്നു. താടിക്കാരനും അവന്റെ ഭാര്യയും അവിടെ തനിച്ചായിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയില്ല എന്നവൾ പറയുന്നു. തൊട്ടടുത്ത മുറിയിലിരുന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന അവളുടെ ഭർത്താവും ഇതേ കഥ തന്നെയാണ് പറയുന്നത്. ശരി, ഈയൊരു കൊലപാതകത്തിൽ നിന്നാണല്ലോ ഇവർ രക്ഷപ്പെടാൻ നോക്കുന്നത്. ബാക്കി 3 കൊലപാതകങ്ങളെക്കുറിച്ച് ചോദിക്കാമെന്ന് കരുതി അന്വേഷിച്ചാൽ ആദ്യത്തെ 3 കൊലപാതകങ്ങൾ നടന്ന ഒരു സ്ഥലത്തേക്കും തങ്ങൾ പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അതിനു പകരം വേറെ പല നാടുകളിലേക്കുമാണ് പോയതെന്നും അവർ പറയുന്നു. മാത്രമല്ല, അവർ ഏതൊക്കെ നാട്ടിൽ പോയോ അവിടെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് തെളിയിക്കാനുള്ള കൃത്യമായ തെളിവുകളും അവരുടെ കയ്യിലുണ്ട്. ഉദാഹരണത്തിന്, തിയേറ്ററിൽ പോയാൽ തിയേറ്റർ ടിക്കറ്റ് കൊടുക്കും, ഹോട്ടലിൽ പോയാൽ ബില്ല് കിട്ടും, ഒരു കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ അതിനുള്ള ബില്ല് കിട്ടുമല്ലോ. ഇതുപോലെ ആ പെൺകുട്ടി എല്ലാം കൃത്യമായി കളക്ട് ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അന്വേഷിക്കുന്ന പോലീസുകാർക്ക് പോലും ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതുപോലെ ഇവർ കൊലയാളികളായിരിക്കില്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഏതാണ്ട് നമ്മുടെ ദൃശ്യം മോഡൽ പോലെ. എന്നാൽ നായകനു മാത്രം നന്നായിട്ടറിയാം ഇവർ നേരത്തെ തന്നെ റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്ന്. നിങ്ങളും വേറെ പണിയൊന്നുമില്ലാതെ അതൊക്കെ കേട്ടിരിക്കുകയാണ്. എന്നെ ഒരൊറ്റ മിനിറ്റ് ഉള്ളിലേക്ക് വിടൂ, ഞാൻ കൊടുക്കുന്ന ഇടിയിൽ സത്യം എങ്ങനെയാണ് പുറത്തു വരുന്നതെന്ന് മാത്രം നോക്കൂ എന്ന് നായകൻ ആ ലേഡി ചീഫിനോട് എത്രയൊക്കെ അപേക്ഷിച്ചിട്ടും ഞങ്ങളുടെ നിയമത്തിൽ അതിനൊന്നും സ്ഥാനമില്ല. നമ്മൾ അറസ്റ്റ് ചെയ്തവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നതിന് നമുക്ക് തെളിവ് കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അവരെ സ്റ്റേഷനിൽ തന്നെ ഇരുത്താമായിരുന്നു. എന്നാൽ അവർക്കെതിരെ യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് 12 മണിക്കൂറിൽ കൂടുതൽ എനിക്ക് അവരെ പിടിച്ചുവെക്കാൻ കഴിയില്ല. തൽക്കാലം അവരെ സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കാം. പിന്നെ അവർക്ക് ഈ നാട് വിട്ട് പുറത്തെങ്ങും പോകാൻ കഴിയാത്ത രീതിയിൽ പാസ്പോർട്ടിൽ ബ്ലോക്ക് മാർക്ക് വെക്കാം. അവരെ നമ്മൾ 24 മണിക്കൂറും നിരീക്ഷിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഇത്രയേ ചെയ്യാൻ കഴിയൂ. ബാക്കിയൊക്കെ ഇനി നടക്കാൻ പോകുന്നതിനനുസരിച്ച് നോക്കാം എന്ന് ലേഡി ചീഫ് പറയുന്നു. എന്റെ തലവര, ഇത് നിങ്ങളുടെ നാടായിപ്പോയി, നിങ്ങൾ പറയുന്നത് കേട്ടല്ലേ പറ്റൂ എന്ന് ദേഷ്യത്തോടെ രാത്രി നായകൻ തന്റെ ഭാര്യയെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നു. ശരി, നീ വിഷമിക്കാതെ, നമ്മുടെ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ആ നാട്ടിലെ പോലീസിനോട് സംസാരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം നായകന്റെ ഭാര്യ അവർക്ക് പരിചയമുള്ള ഉന്നത ഉദ്യോഗസ്ഥനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം സഹായിക്കാമെന്ന് സമ്മതിക്കുകയും അതോടൊപ്പം ഒരു കഥ പറയുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ സൈമൺ ഹെയ്സ്മിത്ത് എന്നൊരാളുണ്ടായിരുന്നല്ലോ, അയാളെപ്പറ്റി നിനക്കറിയാമോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ, അറിയാമല്ലോ, കുറച്ചുനാൾ മുമ്പ് ഏതോ ഒരു തട്ടിപ്പ് കേസിൽ പെട്ടിരുന്നല്ലോ, ആളെക്കുറിച്ചാണോ പറയുന്നത് എന്ന് നായകന്റെ ഭാര്യ ചോദിച്ചു. അതെ അതെ, അവൻ ഒരുപാട് പേരുടെ പണം തട്ടിയെടുത്തു. ഇതിന്റെ പേരിൽ അവന്റെ മേൽ കേസുമുണ്ടായിരുന്നു. എന്നാൽ അവനുള്ള പണക്കൊഴുപ്പ് കണ്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ അവന് വക്കീലിനെയൊക്കെ ഏർപ്പെടുത്തിക്കൊടുത്ത് വലിയ പിന്തുണ നൽകി. അവന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, അവന്റെ അക്കൗണ്ടന്റുമാരായിരുന്നവർ തുടങ്ങി പലരിൽ നിന്നും അഴിമതിയെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയെങ്കിലും ഹെയ്സ്മിത്തിനെ പിടിച്ചകത്തിടാനുള്ള ഒരു തെളിവും ലഭിച്ചില്ല. അവൻ രക്ഷപ്പെടുന്ന മട്ടിലായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ വന്ന് അവന് ചെക്ക് വെച്ചത്. അവൻ നടത്തിയ അഴിമതികൾ, അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, അതിനുള്ള തെളിവുകൾ എന്നു തുടങ്ങി മൊത്തം കാര്യങ്ങളും അവൻ തുറന്നുകാട്ടി. അതാരാണെന്നറിയാമോ? ഹെയ്സ്മിത്തിന്റെ സ്വന്തം മകൻ എന്ന് ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞപ്പോൾ, എല്ലാം ശരിതന്നെ, ഇതിപ്പോൾ എന്തിനാണ് എന്നോട് പറയുന്നത്? എന്റെ മകളുടെ കൊലപാതക കേസും ഇതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് സംശയം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹെയ്സ്മിത്തിന്റെ മകൻ വേറാരുമല്ല, അവിടെ സ്വീഡനിൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ഒരു കപ്പിളിനെ പിടിച്ചുവെച്ചിട്ടില്ലേ, ഒരു വികാരവുമില്ലാതെ ഒരേ ഭാവത്തോടെ ഇരിക്കുന്നവനുണ്ടല്ലോ, ആ ഭർത്താവ്, അവൻ തന്നെയാണിത്. എന്നാൽ അവൻ എന്തിനാണ് സ്വന്തം അച്ഛനെ തന്നെ ഒറ്റുകൊടുത്തത് എന്നറിയില്ല. ഈ സംഭവം നടക്കുമ്പോൾ ആ പയ്യന് 15 വയസ്സാണ് പ്രായം. ഒരു ചെറിയ പയ്യൻ ഒരു കേസിൽ സാക്ഷിയായി വന്നിരിക്കുകയാണ്. അവന് സംരക്ഷണം നൽകണമല്ലോ. അതുകൊണ്ട് അവനുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും ഗവൺമെന്റ് റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എനിക്കറിയാവുന്നത് ഇത്രയുമാണ്. ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കൂ എന്നാ ഉന്നത ഉദ്യോഗസ്ഥൻ പറയുന്നു. നായകന്റെ ഭാര്യ ഇത് അതേപടി നായകനോട് പറയുന്നു. അങ്ങനെ കേസ് ഒരു വഴിക്ക് പൊക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായി ഒരു കപ്പിളിന്റെ കൊലപാതകം നടക്കുന്നു. ഇതിൽ മരിച്ച പുരുഷനെയും സ്ത്രീയെയും വെവ്വേറെയായി കെട്ടിയിട്ടിരിക്കുകയാണ്. കൂടാതെ ഈ 2 മൃതദേഹങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു മനുഷ്യന്റെ
2 കൈകൾ മരിച്ച പുരുഷന്റെ 2 കവിളുകളിലായി ഒട്ടിച്ചുവെച്ചിട്ടുണ്ട്. ഈ വിവരം മ്യൂണിക് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ നായകനെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ആ ക്രൈം സീനിന്റെ ഫോട്ടോസ് മാത്രം അയച്ചു തരൂ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത നായകൻ ഒരു റെസ്റ്റോറന്റിലിരുന്ന് ലേഡി റിപ്പോർട്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചവർ ബില്ല് വന്നപ്പോൾ ബില്ലിനുള്ള പണം വെച്ചിട്ട് പോകുന്നു. എന്നാൽ അവർക്ക് വന്ന ആ ബില്ല് ടേബിളിൽ തന്നെ ഇരിപ്പുണ്ട്. ഇത് കണ്ടപ്പോഴാണ് നായകന് കാര്യം മനസ്സിലാവുന്നത്. ആ അക്രമകാരികളായ കപ്പിൾ കൊലപാതകം നടന്ന നാട്ടിലുണ്ടായിരുന്നില്ലെന്നും വേറൊരു നാട്ടിലായിരുന്നുവെന്നും പോലീസിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അതിനുള്ള തെളിവായി കുറച്ച് റെസീപ്റ്റുകൾ കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ ആരും എടുക്കാതെ അടുത്ത ടേബിളിൽ ഒരു റെസീപ്റ്റ് ഇരിപ്പുണ്ടല്ലോ. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരാൾ വന്ന് ആ റെസീപ്റ്റ് മാത്രം എടുത്തുകൊണ്ടുപോയാൽ താൻ ആ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്ന് വിശ്വസിക്കാതെ നിവൃത്തിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇവരും പോകുന്ന വഴിയിലുള്ള നാടുകളിൽ നിന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് റെസീപ്റ്റുകൾ കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോലീസിനെ കബളിപ്പിക്കുകയാണ്. നായകൻ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് മറുവശത്ത് ഹോട്ടൽ റൂമിലുള്ള ആ അക്രമകാരികളായ കപ്പിളിനെ കാണിക്കുന്നു. അതിൽ ഭാര്യ അവളുടെ ചെറുപ്പകാലത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർത്തു നോക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ അവളും അവളുടെ കൂടെ ഒരു ചെറിയ പയ്യനുമുണ്ട്. ഇവരുടെ അച്ഛനെ കാണിക്കുന്നുണ്ട്. വളരെ കർക്കശക്കാരനായ ഒരാളാണെന്ന് തോന്നുന്നു. 2 കുട്ടികളെയും ഒരു ആർട്ട് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളിൽ ഇവർ ഏതൊക്കെ ആർട്ട് ഡ്രോയിങ്ങുകളാണോ ഉപയോഗിച്ചത് ആ ഡ്രോയിങ്ങുകളെല്ലാം ആ റൂമിലുണ്ട്. അതിനു മുന്നിൽ കുട്ടികളെ നിർത്തിയിട്ട് ഒരു കലാരൂപം സൃഷ്ടിക്കണമെങ്കിൽ അതിനുള്ളിൽ പല മുറിവുകളും ഉണ്ടാകും. മുറിവുകളെക്കുറിച്ച് ആശങ്കപ്പെടാതെ ആരാണോ കലാരൂപം സൃഷ്ടിക്കുന്നത് അവനാണ് ഒരു പെർഫെക്റ്റ് ആർട്ട് സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്യുന്നു. ഇവർ താമസിക്കുന്ന ഹോട്ടൽ മുറിക്ക് പുറത്ത് റെസ്റ്റോറന്റിൽ നിന്ന് 2 പേർ ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവന്നു കൊടുക്കുന്നു. നായകന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്താടാ, കളിയാക്കുകയാണോ? എങ്ങനെയാടാ കൊലപാതകങ്ങൾക്ക് മേൽ കൊലപാതകം ചെയ്തിട്ട് നിങ്ങൾക്കിങ്ങനെ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ തോന്നുന്നത്? നിങ്ങളുടെ അന്ത്യം ഇന്നാണ്. ആര് തടുത്താലും നിങ്ങളുടെ ജീവൻ എന്റെ കയ്യിലാണ് എന്ന് ഹീറോ പറഞ്ഞുകൊണ്ട് ലേഡി ചീഫ് അകത്തേക്ക് പോകരുതെന്ന് എത്ര പറഞ്ഞിട്ടും ആ അക്രമകാരികളായ കപ്പിൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കയറുകയും ആ സമയം തന്നെ കൃത്യമായി ലിഫ്റ്റ് കടന്നുപോകുകയും ചെയ്യുന്നു. ആ ലിഫ്റ്റിനുള്ളിൽ റൂമിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നവരെ അടിച്ചു വീഴ്ത്തി അവരുടെ യൂണിഫോം ഇട്ട് ആ കില്ലർ കപ്പിൾ രക്ഷപ്പെടുകയാണ്. ഹീറോ അവരെ കണ്ടില്ല. ഹീറോയ്ക്ക് പിന്നാലെ വന്ന പോലീസും രക്ഷപ്പെടുന്ന ആ കപ്പിളിനെ കണ്ടില്ല. അവർ എവിടെ പോവാനാണ്? അവരുടെ പാസ്പോർട്ടിൽ ബ്ലാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ നാട് വിട്ടു പോകാൻ കഴിയില്ല എന്ന് ലേഡി ചീഫിനൊരു അഹങ്കാരമുണ്ട്. എന്നാൽ ഹീറോ പറയുന്നു, പോയി പണി നോക്ക്. ഇത്രയും വ്യക്തമായി പ്ലാൻ ചെയ്യുന്നവർ ഒരു വ്യാജ പാസ്പോർട്ട് വെച്ചിട്ടുണ്ടാകില്ലേ? എപ്പോഴും വലിയ ആളുകളെപ്പോലെ സംസാരിച്ച് തള്ളിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ചീഫിനെ ഹീറോ കളിയാക്കുന്നു. ഇവിടെ ഹീറോ വിചാരിച്ചതുപോലെ തന്നെ കില്ലർ കപ്പിളിന്റെ കയ്യിൽ ഒരു വ്യാജ പാസ്പോർട്ടുണ്ട്. ഒളിപ്പിച്ചുവെച്ച ലോക്കറിൽ നിന്ന് അതെടുത്ത് അവർ നാടുവിടുന്നു. മറ്റൊരു വശത്ത് ഹീറോയുടെ ഭാര്യയ്ക്ക് ഹേയ് സ്മിത്ത് എന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നല്ലോ. ഹേയ് സ്മിത്തിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ആരുമില്ല. അയൽവാസികൾ ഹീറോയുടെ ഭാര്യയെ കണ്ട് ആദ്യമൊന്ന് ഭയന്നു. പിന്നെ ഞാൻ ഈ വീട് വാങ്ങാൻ വന്നതാണ്, വെറുതെ ഒന്ന് കണ്ടുപോകാം എന്ന് കരുതി അയൽവാസി ആൻഡി അവരെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് സംസാരിക്കുന്നു. ഹീറോയുടെ ഭാര്യ പതിയെ സംസാരിച്ച് അവരിൽ നിന്ന് ചില വിവരങ്ങൾ ചോർത്തിയെടുക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഹേയ് സ്മിത്ത് തന്റെ കുടുംബത്തോടൊപ്പം ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. കക്ഷി ശരിക്കും ഒരു പെർഫെക്ഷനിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രിക്റ്റായ ഒരാളായിരുന്നു. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാത്തിലും ഒരു അച്ചടക്കം വേണമെന്നൊക്കെ പറഞ്ഞ് അയാൾ കുടുംബത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അയാളുടെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം അയാളുടെ ഭാര്യ തൂങ്ങി മരിച്ചു. അവരുടെ ബോഡി കണ്ടുപിടിച്ചത് തന്നെ അവരുടെ കുട്ടികളാണ്. നിൽക്കൂ ഒരു നിമിഷം. ബോഡി കുട്ടികളാണോ കണ്ടുപിടിച്ചത്? ഹേയ് സ്മിത്തിന് ഒരേയൊരു മകൻ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങളെന്താണ് കുട്ടികളെന്ന് പറയുന്നത് എന്ന് ഹീറോയുടെ ഭാര്യ ചോദിച്ചു. അപ്പോൾ ആൻഡി പറഞ്ഞു, അതെ, ഹേയ് സ്മിത്തിന് മൊത്തം 2 കുട്ടികളുണ്ട്. ഒന്ന് ഇളയ മകൻ, മറ്റൊന്ന് അവന്റെ ചേച്ചി. ഭാര്യ മരിച്ചിട്ടും ഹേയ് സ്മിത്ത് നന്നായില്ല. പിന്നെ കുട്ടികളുടെ അടുത്തായി പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ നേരിട്ട് കണ്ടതാണ്. ഹേയ് സ്മിത്ത് അവന്റെ മകൾ എന്തോ തെറ്റു ചെയ്തു എന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. പുറത്തു വന്നപ്പോൾ ആ കുട്ടിയുടെ മുഖം വല്ലാതെ മാറിപ്പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അന്ന് നിന്റെ അച്ഛൻ നിന്നെ റൂമിലേക്ക് കൊണ്ടുപോയല്ലോ, അവിടെ എന്താ ഉണ്ടായത്? പാവം, ആ കുട്ടി ശരിക്ക് പഠിച്ചില്ലത്രേ. ഒരു കാര്യത്തിൽ പെർഫെക്റ്റ് ആയില്ല എന്ന് പറഞ്ഞ് റൂമിലിട്ട് ആ കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. അത്രയുള്ളൂ. അതോടെ കുറച്ചു ദിവസത്തിനുള്ളിൽ ആ കുട്ടി ദൂരെയുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ പഠിക്കാൻ പോയി. പിന്നെ കിളിക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ആ കുടുംബം ചിതറിപ്പോയി. ഇങ്ങനെ അയൽവാസി ആൻഡി കഥ പറയുമ്പോൾ അന്ന് രാത്രി തന്നെ ആ കില്ലർ കപ്പിൾ മറ്റൊരു നാട്ടിൽ വേറൊരു കപ്പിളിനെ കൊലപ്പെടുത്തുന്നു. എന്നാൽ ഇത്തവണ കൊലപ്പെട്ടത് ഒരു ഗേ കപ്പിളാണ്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവർ പാറ്റേൺ മാറ്റിയതെന്നറിയില്ല. ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ. കൊലപാതക സ്ഥലത്തൊരു പോസ്റ്റ് കാർഡ്, അതിലൊരു വാചകം. കൊലപ്പെടുത്തിയ ശേഷം ആ കപ്പിളിനെ ഒരു പ്രത്യേകം പോസിൽ വെച്ചിരിക്കുകയാണല്ലോ. എല്ലാ പോസുകളും ഓരോ കലയുമായി ബന്ധപ്പെട്ടിരിക്കുമല്ലോ.
അതുപോലെ ഈ പോസും ഒരു കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ സെയിമാണ്. പ്രധാനപ്പെട്ട കാര്യം, പോസ്റ്റ് കാർഡിൽ എഴുതിയിരിക്കുന്ന വാചകത്തിന് പിന്നിലായി ഇപ്പോഴും 3 കുത്തുകളുണ്ട്. അതിന്റെ അർത്ഥം കൊലപാതകങ്ങൾ നിന്നിട്ടില്ല, ഇനിയും തുടരും. ഈ ക്രൈം സീനിൽ പോയിട്ട് അടുത്തതായി ഹീറോയും ലേഡി റിപ്പോർട്ടറും കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് മുൻപ് നടന്ന മറ്റൊരു കൊലപാതകമില്ലേ? അതിൽ പുരുഷനായ ഇരയുടെ 2 കവിളിലും മനുഷ്യക്കൈകൾ ഒട്ടിച്ചു വെച്ചിരുന്നില്ലേ? ആ ക്രൈം സീൻ ഫോട്ടോസ് മ്യൂണിക് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ ലേഡി റിപ്പോർട്ടർക്ക് അയച്ചു കൊടുക്കുന്നു. ഫോട്ടോയിലുള്ള കൈകൾ കണ്ടതും ഹീറോയ്ക്ക് ഞെട്ടിക്കുന്ന ഒരു ട്വിസ്റ്റ് മനസ്സിലാകുന്നു. കാരണം ആ കൈകൾ മറ്റാരുടെയുമല്ല. ഹീറോയുടെ മകൾ കൊല്ലപ്പെട്ടപ്പോൾ അവരുടെ 2 കൈകളും മുട്ടുവരെ വെട്ടിയെടുത്തിരുന്നല്ലോ, ആ കൈകളാണത്. കൈയിലുള്ള പാരമ്പര്യമായി കിട്ടിയ മോതിരം വെച്ച് ഹീറോ അത് കണ്ടുപിടിച്ചു. അതോടൊപ്പം മറ്റേ ഭാഗത്ത് ഹീറോയുടെ ഭാര്യ ഇതുവരെ ഹെയ്സ്മിത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അയാളെക്കുറിച്ചുള്ള കഥകൾ അവർ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. ആളൊരു ഫ്രോഡ് കേസിൽ പെട്ടതുകൊണ്ടും വയസ്സായി കുറച്ച് ഭ്രാന്തനെപ്പോലെ ആയതുകൊണ്ടും അയാളെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചിരിക്കുകയാണ്. അവർ അവിടെ പോയി ഹെയ്സ്മിത്തിനെ കണ്ട് അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുമോ എന്നറിയാൻ സംസാരത്തിലൂടെ അയാളെ ഒന്ന് പ്രകോപിപ്പിക്കുന്നു. ഹെയ്സ്മിത്ത് പ്രധാനമായും തന്റെ 2 മക്കളിൽ മൂത്ത മകളെയാണ് കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നത്. അവളൊരു ചെറിയ രാക്ഷസിയാണ്. ഒരേ വർഗത്തിലുള്ളവ ഒന്നിച്ചു ചേരും എന്നതൊക്കെ എന്ത് ലോജിക്കാണ്? അവരെയൊക്കെ പിരിക്കണമെങ്കിൽ വലിയൊരു ശക്തി തന്നെ വേണം എന്നൊക്കെ ആൾ മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. ഇത് ഹീറോയുടെ ഭാര്യയ്ക്ക് മനസ്സിലായില്ലെങ്കിലും അയാൾ പറഞ്ഞത് അതുപോലെ തന്നെ ഹീറോയോട് പറഞ്ഞപ്പോൾ ഹീറോയ്ക്ക് കാര്യം പിടികിട്ടി. അയാൾ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അയാളുടെ മൂത്ത മകളും ഇളയ മകനുമാണ് ഈ കില്ലർ കപ്പിൾ. അപ്പോൾ ഇവർ ഭർത്താവും ഭാര്യയുമല്ല, ചേച്ചിയും അനിയനുമാണ്. ചേച്ചിയും അനിയനുമാണെങ്കിലും ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് പ്രണയിച്ചത്. ഈ പ്രണയത്തെ ഏത് സമൂഹം അംഗീകരിക്കും? അതുകൊണ്ട് തങ്ങളുടെ പ്രണയത്തെ സമൂഹത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കണം. അതിനായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണമെന്ന് കരുതിയാണ് അവർ കല എന്ന പേരിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നത് എന്ന് ഹീറോ ലേഡി റിപ്പോർട്ടറോട് പറയുന്നു. ഹീറോ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്: സഹോദരങ്ങളായ ഈ കില്ലർ കപ്പിൽ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം അച്ഛനിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പത്തിൽ അവർ അനുഭവിച്ച വേദനകൾ മുതൽ ഇപ്പോൾ അവർ തമ്മിലുള്ള പ്രണയം വരെയുള്ള ഓരോ വികാരങ്ങളും കല എന്ന പേരിൽ കൊലപാതകങ്ങളായി അവതരിപ്പിച്ച് ഇത്തരത്തിലുള്ള പ്രണയത്തെയും സമൂഹം അംഗീകരിക്കണം എന്നവർ പറയാൻ ശ്രമിക്കുകയാണ്. ഹെയ്സ്മിത്ത് അയാളുടെ ഭാര്യയെ നന്നായി നോക്കിയില്ല. അവർ ആത്മഹത്യ ചെയ്തു. മരണം വരെ ഒന്നിച്ചിരിക്കണം, ഉറച്ചു നിൽക്കണം എന്നതാണല്ലോ ഒരു കപ്പിൾ ഗോൾ. തങ്ങളുടെ അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആദ്യത്തെ കൊലപാതകം. പിന്നീട് കുട്ടികളായിരുന്ന ഇവർ ചെറുപ്പത്തിൽ സ്വന്തം അച്ഛനാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടല്ലോ. അതുകൊണ്ട് ചെകുത്താൻ സ്വന്തം കുഞ്ഞിനെ വിഴുങ്ങുന്ന കലയെ അടിസ്ഥാനമാക്കിയായിരുന്നു 2ാമത്തെ കൊലപാതകം. ശേഷം ഇവരുടെ പ്രണയത്തെക്കുറിച്ച് പറയാനായി പ്രണയം മരിക്കുന്നില്ല എന്നതിൽ തുടങ്ങി അവസാനം ഒരു ഗേ കപ്പിളിനെ വരെ അവർ കൊലപ്പെടുത്തിയല്ലോ. ഈ കാലഘട്ടത്തിൽ ഗേ കപ്പിളുകളെ വരെ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ആ പ്രണയത്തെ അംഗീകരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ചേച്ചിയും അനിയനും തമ്മിലുള്ള പ്രണയത്തെ അംഗീകരിക്കക്കൂടാ എന്ന ചോദ്യമാണ് അവസാനത്തെ കൊലപാതകത്തിന് പിന്നിൽ. ഈ കൂടപ്പിറന്നവളെ എന്നെങ്കിലും കൊന്നിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വൃത്തികെട്ട ഒരു കാര്യത്തിനു വേണ്ടി ഇത്രയും കൊലപാതകങ്ങൾ ചെയ്യുമായിരുന്നോ? ശരി, എന്തായാലും ഇപ്പോഴെങ്കിലും അവരുടെ ലക്ഷ്യമെന്താണെന്ന് മനസ്സിലായല്ലോ. ഒളിച്ചിരിക്കുന്ന അവർ അടുത്ത കൊലപാതകം ചെയ്യുന്നതിനു മുൻപ് പുറത്തുവരണം. അവരെ എങ്ങനെ പുറത്തു കൊണ്ടുവരും എന്ന് ഹീറോ ആലോചിക്കുന്നു. അപ്പോഴാണ് തൊട്ടടുത്തു തന്നെ ജാക്ക്പോട്ട് പോലെ ആ റിപ്പോർട്ടർ പെൺകുട്ടി ഉണ്ടല്ലോ എന്നോർക്കുന്നത്. കില്ലർ കപ്പിളിന്റെ ഉദ്ദേശമെന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇതുതന്നെ ഒരു ആർട്ടിക്കിളായി തയ്യാറാക്കി പബ്ലിഷ് ചെയ്താൽ അത് കണ്ട് അവർ റിപ്പോർട്ടറെ ബന്ധപ്പെടാൻ ശ്രമിക്കില്ലേ എന്ന് ഹീറോ ഒരു ഐഡിയ കൊടുക്കുന്നു. അങ്ങനെ ആർട്ടിക്കിൾ തയ്യാറാക്കി പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അത് വായിച്ച കില്ലർ കപ്പിൾ ഹീറോ കണക്ക് കൂട്ടിയതുപോലെ തന്നെ റിപ്പോർട്ടർക്ക് മെയിൽ അയക്കുന്നു. കൊള്ളാമല്ലോ, ഞങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ഇത്ര വേഗം കണ്ടുപിടിച്ച് അതൊരു ആർട്ടിക്കിളായി എഴുതി ഞങ്ങളെ ഒരുപാട് അഭിമാനിക്കാൻ വക നൽകിയതിൽ സന്തോഷം. ഒപ്പം അവർ അടുത്തതായി എവിടേക്കാണ് പോകാൻ പോകുന്നതെന്നതിന്റെ ഒരു സൂചന ക്ലൂ വാചകങ്ങളായി കൊടുത്തിട്ടുണ്ട്. അത് ഡീകോഡ് ചെയ്ത് നോക്കിയപ്പോൾ അവർ അടുത്തതായി റഷ്യയിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് റഷ്യൻ ബോർഡറിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയാൽ അവരെ പിടിക്കാമെന്ന് ഹീറോ അത്രയൊക്കെ പറഞ്ഞിട്ടും സ്വീഡൻ പോലീസ് അവരുടെ ഇഷ്ടത്തിനല്ലേ പ്രവർത്തിക്കൂ. അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് കരുതി അവരെന്തു ചെയ്യുന്നു? റിപ്പോർട്ടർക്ക് മെയിൽ വന്നില്ലേ, ആ മെയിൽ വന്ന IP അഡ്രസ്സിന്റെ GPS ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ആ ലൊക്കേഷൻ ഒരു ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ട് ട്രെയിൻ നിർത്തിച്ച് ട്രെയിൻ മുഴുവൻ അരിച്ചുപെറുക്കി നോക്കിയപ്പോൾ അതിനുള്ളിൽ
ഫോണിൽ കില്ലർ കപ്പിളില്ല. അവരേത് ടാബ് ഉപയോഗിച്ചാണോ മെയിൽ അയച്ചത് ആ ടാബ് മാത്രം ട്രെയിനിലെ ബാത്റൂമിലുണ്ട്. ചുരുക്കത്തിൽ പോലീസിനെ അവർ വഴിതിരിച്ചു വിട്ടു. എന്നാൽ ഹീറോ വളരെ വ്യക്തമായി റിപ്പോർട്ടറോടൊപ്പം മഞ്ഞുമൂടിയ റഷ്യൻ ബോർഡറിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയദോഷം എന്താണെന്ന് വെച്ചാൽ ഇവരിങ്ങോട്ട് വരുമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി ഉഷാറായിരുന്ന കില്ലർ കപ്പിൾ ഹീറോയുടെ കാറിന് പിന്നാലെ വന്ന് കാറിലിടിച്ച് അപകടമുണ്ടാക്കിയിട്ട് കാറിനുള്ളിലുണ്ടായിരുന്ന റിപ്പോർട്ടറെ മാത്രം പൊക്കിക്കൊണ്ടുപോകുന്നു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഹീറോ അവർക്കിട്ട് പണി കൊടുത്തതല്ല, മറിച്ച് അവർ ഹീറോയ്ക്ക് പണി കൊടുത്ത് ഇങ്ങോട്ട് വരുത്തിയതാണെന്ന്. അടുത്തതായി അവർ എവിടേക്കാണ് പോകുന്നത് എന്നതിന്റെ സൂചന വാചകങ്ങളായി കൊടുത്തിരുന്നല്ലോ. അത് റിപ്പോർട്ടർ പെൺകുട്ടി എന്തായാലും ഡീകോഡ് ചെയ്യുമെന്നും അത് വെച്ച് അവർ ഈ ലൊക്കേഷനിലേക്ക് വരുമെന്നും കില്ലർ കപ്പിളിന് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ വന്നാൽ റിപ്പോർട്ടറെ മാത്രം തട്ടിക്കൊണ്ടുപോയി അവളെ അവിടെ വെച്ച് തന്നെ കൊലപ്പെടുത്തി തങ്ങളുടെ ആർട്ട് അഥവാ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ആക്ഷൻ കപ്പിളിന്റെ പദ്ധതി. വിചാരിച്ചതുപോലെ തന്നെ ഹീറോയെ ഒഴിവാക്കി അവർ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. കനത്ത മഞ്ഞിനിടയിൽ കാറ് നിർത്തിയിട്ട് ആ പെൺകുട്ടിയെ ഒരു സ്ഥലത്ത് വെച്ച് കൊലപ്പെടുത്താൻ പോകുന്നതിന് മുൻപായി ഹീറോ വഴിയിലൊരു ലിഫ്റ്റ് ചോദിച്ച് ഒരു തോക്കും പിടിച്ച് കറക്റ്റായി അവിടെ എത്തി രണ്ടുപേരെയും ലോക്ക് ചെയ്യുന്നു. അവിടെ നടന്ന മൽപ്പിടുത്തത്തിൽ ഹീറോയ്ക്ക് ആക്ഷൻ കപ്പിളിലെ പയ്യനെ വെടിവയ്ക്കേണ്ടി വന്നു. വെടിയേറ്റ അവനെയും വലിച്ചിഴച്ച് നിനക്കൊന്നും സംഭവിക്കില്ലടാ, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി മഞ്ഞിലൂടെ നടന്നു പോവുകയാണ്. ഹലോ നോക്കൂ, അവർ പോവുകയാണേ. അവരെ പിടിക്കുന്നില്ലേ എന്ന് റിപ്പോർട്ടർ പെൺകുട്ടി ചോദിക്കുമ്പോൾ ഈ മഞ്ഞിൽ കാറില്ലാതെ വെടികൊണ്ട് അവനെയും കൊണ്ട് ഇഴഞ്ഞവർ എങ്ങോട്ട് പോകാനാണ്, പോട്ടെ നമുക്ക് നോക്കാം എന്ന് ഹീറോ പറയുന്നു. അടുത്ത സീനിൽ മ്യൂണിക് ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടർ ഈ ചേച്ചിയെയും അനിയനെയും കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ആളുകൾക്കുണ്ടായിരുന്ന ആ അറപ്പുമാറ്റുന്ന തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് കൊണ്ടുവരികയാണ്. അതായത് ആക്ഷൻ കപ്പിളിലെ പെൺകുട്ടിയും പയ്യനും ചെറുപ്പത്തിൽ ഒരുമിച്ച് വളർന്നത് സത്യം തന്നെയാണ്, എന്നാൽ അവർ സ്വന്തം സഹോദരങ്ങളല്ല. രണ്ടുപേരെയും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ദത്തെടുത്തു കൊണ്ടുവന്നാണ് ഹെയ്സ്മിത്ത് വളർത്തിയത്. അതുകൊണ്ട് ബയോളജിക്കലി അവർ ചേച്ചിയും അനിയനുമല്ല. അപ്പോൾ പിന്നെ അവരുടെ പ്രണയത്തിന് യാതൊരു തെറ്റുമില്ലല്ലോ. ഈ കാര്യം നേരത്തെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ മകളുടേതുൾപ്പെടെ നിരവധി പേരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. എന്തിനായിരുന്നു ഈ ദുരന്തമെന്ന് കരുതി ഹീറോ തലയ്ക്കടിക്കുന്നു. പിന്നെ മഞ്ഞിലേക്ക് അവർ രണ്ടുപേരും പോയില്ലേ, ഇതുവരെ അവരുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ കേട്ടു. ബോഡി കിട്ടുമ്പോൾ എന്നെ അറിയിക്കാൻ മറക്കരുത് എന്ന് ഇൻസ്പെക്ടറോട് ഹീറോ പറയുന്നു. ഇതുവരെ ഹീറോ തന്റെ മകളുടെ ശവസംസ്കാരം പൂർത്തിയാക്കിയിരുന്നില്ലല്ലോ. അവളുടെ കൈകളും ഇപ്പോൾ തിരികെ കിട്ടി, ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെ ഹീറോ തന്റെ മകളുടെ ശവസംസ്കാരം പൂർത്തിയാക്കുന്നു. അതോടെ സിനിമയുടെ കഥയും അവസാനിക്കുമെന്ന് കരുതിയപ്പോൾ അവിടെയുമുണ്ടൊരു ഫൈനൽ ട്വിസ്റ്റ്. മെന്റൽ ഹോസ്പിറ്റലിലുള്ള ഹെയ്സ്മിത്തിന് ഒരു ഫോൺ കോൾ വരുന്നു. കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പുറത്തുനിന്ന് ഹലോ ഡാഡി, ഇത് ഞാനാണ് എന്ന ചേച്ചി പറയുന്നു. അതിനർത്ഥം മഞ്ഞിലേക്ക് നടന്നുപോയ അവൾ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നാണ്. എന്നാൽ വെടിയേറ്റ ശേഷം അവൾ വലിച്ചിഴച്ചുകൊണ്ടുപോയ ആ പയ്യൻ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ എന്നു വ്യക്തമല്ല. ഒരുപക്ഷെ അടുത്ത പാർട്ട് വന്നാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ചേക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നിങ്ങൾക്കിഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി. കൂടുതൽ അടിപൊളി സിനിമകളുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.